വാർത്തകളും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഒരു സമയത്ത് ദിലീപും മഞ്ജു വാര്യറും തമ്മിലുള്ള വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ. അടുത്തിടെയാണ് അവൾക്കൊപ്പം ഒരു മാധ്യമ പ്രവർത്തകന്റെ അന്വേഷണ കഥ എന്ന തരത്തിൽ ഒരു പുസ്തകം പുറത്തുവിട്ടത്. കൊച്ചിയിൽ നടന്ന ആക്രമിക്കപ്പെട്ട കേസിൽ പിന്നാലെ നടത്തിയ സുദീർഘവും അപകടമേറിയതുമായ അന്വേഷണ മാധ്യമ പ്രവർത്തകന്റെ അനുഭവക്കുറിപ്പാണ് അവൾക്കൊപ്പം എന്നത്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പ്രമുഖരുടെ ഗൂഢനീക്കങ്ങളെയും വേട്ടക്കാരെ സഹായിച്ച വ്യവസ്ഥയുടെയും തുറന്നുകാട്ടലിനെല്ലാം തന്നെ നീതിക്കായുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ കഥയും ഈ പുസ്തകം പങ്കുവയ്ക്കുന്നതായി പറയുകയാണ്. ഇപ്പോഴത്തെ പുസ്തകം വായിച്ചവരിൽ ഒരാൾ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ഒരു പെണ്ണിന്റെ നീതിക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഒരു ചാനലും അതിനകത്തെ മാധ്യമ പ്രവർത്തകനും എന്ന ആ ഒരു നറേഷൻ തന്നെ തനിക്ക് ഒരു കാലത്തും വിശ്വസിക്കാനാകില്ലെന്നും ആ പെണ്ണിന്റെ അവസ്ഥയെ വിട്ടു തിന്നുകയാണ് എന്നും ഈ ചാനലുകളുടെയും ചെയ്തത് എന്ന് ഫേസ്ബുക്കിലൂടെ തന്നെ ഒരു പ്രമുഖൻ കുറിക്കുകയായിരുന്നു. കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: വായനക്കാർ മണ്ടന്മാരല്ല. ഞാൻ അവൾക്കൊപ്പം എന്നാണോ അവനൊപ്പം എന്നാണോ എന്നതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. അവർക്ക് ആർക്കായാലും ശരി, അവരുടെ അനുഭവങ്ങൾ അവരുടെ മാത്രമാണ് എന്ന ബോധ്യത്തോടെ തന്നെ താൻ ഈ പുസ്തകത്തെ തള്ളിക്കളയുകയാണ്. കാരണം ഒരു പെണ്ണിന്റെ നീതിക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഒരു ചാനലും അതിനകത്തെ മാധ്യമ പ്രവർത്തകരും എന്ന ആ ഒരു നറേഷൻ തന്നെ തനിക്കൊരു കാലത്തും വിശ്വാസ യോഗ്യമല്ല. മനസ്സിലായില്ലേ? ആ പെണ്ണ് അവസ്ഥയെ വിട്ടു തിന്നുകയാണ് ആ ചാനൽ അടക്കം എല്ലാവരും ചെയ്തത്. എന്നിട്ട് ഒടുവിൽ ഇപ്പോൾ മാധ്യമ പ്രവർത്തകന്റെ നീതിബോധത്തെക്കുറിച്ചാണ് പ്രസംഗം നടത്തുന്നു. നോക്കൂ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നികേഷ് കുമാറിനെയോ അയാളുടെ ഉദ്ദേശശുദ്ധിയോ അവരുടെ ചാനലിനെയോ അതിനകത്ത് ഈ മാധ്യമ പ്രവർത്തകനെയോ പറ്റി തനിക്ക് വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. TRPക്ക് വേണ്ടി ഏതോ വീട്ടിൽ മുകളുടെ ഡ്രോൺ പറത്തിയ ടീമാണെന്ന് ആർക്കും അറിയാം. TRP പിന്നെ ഇവർ നടത്തിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്ന തരത്തിൽ പിന്നാലെ പോയ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവരെയൊന്നും തന്നെ ഇത്രത്തോളം വിശ്വസിക്കാനാകില്ല എന്ന തരത്തിൽ വലിയ രൂപത്തിലുള്ള വിമർശനത്തിന്റെ കുറിപ്പാണ് പുറത്തു വന്നത്. ദിലീപും മഞ്ജു വാര്യർക്കെതിരായ തരത്തിലാണ് ഇത്തരത്തിലെല്ലാം തന്നെ സംസാര വിഷയങ്ങളും വരുന്നത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.